വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടുകളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരേ റെസ്റ്റോറൻ്റാണ് ഫോളോ ചെയ്യുന്നത്. കാരണം വാഷ്റൂം നല്ല ക്ലീൻ ആവണം. പിന്നെ നമുക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ വയറിനൊന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോവുക. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കുക. ഈ ഒരു 8:30-9 മണിയാകുമ്പോഴാണ് ഞങ്ങൾ മാക്സിമം മൈസൂർ എത്തുക. അപ്പോൾ അവിടുന്ന് ഒരു കമ്മത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാം. നല്ല ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും, പിന്നെ മസാല ദോശ, ചട്നി സാമ്പാർ, ഈ 2 ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് നല്ല നെയ് റോസ്റ്റ് ആണ് പറഞ്ഞത്. നെയ് റോസ്റ്റ്, തൊപ്പി നെയ് റോസ്റ്റ്. അമ്മ ദോശ ഇങ്ങനെ മുറിച്ചെടുത്ത് ചട്നിയിൽ ഇങ്ങനെ മുക്കി. ഇവിടുത്തെ സാമ്പാർ മധുരമായതുകൊണ്ട് സാമ്പാർ അത്ര കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്ക് മലയാളികൾക്ക് പിടിക്കില്ല. നല്ല നല്ല മുരിഞ്ഞ ദോശ. സാമ്പാർ മധുരമാണ്. നോക്കിക്കോ. ഡിപ്പായിട്ട് ഇഡ്ഡലി കഴിക്കുക. സാമ്പാർ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമുക്ക് ലഞ്ച് ടൈം കാണാം കേട്ടോ. ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പൊതുവേ അതിവിടെ സൺഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചെട്ടിപ്പൂവോ ജമന്തി എന്താണോ അതുണ്ടാവും. ഇപ്പോൾ ഓണം വരല്ലേ, അപ്പം ഒരുപാടുണ്ടാവും ഇവിടെ അങ്ങനെ തോട്ടം. ഇഷ്ടംപോലെ ഉണ്ട് 2 സൈഡിലായിട്ട്. ഇവിടെയോ അവിടെയൊക്കെ ആയിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപ കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ. ഇതെന്ത് പൂ വരുന്നമ്മേ? ചെട്ടിപ്പൂ. ചെട്ടിപ്പൂ എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയാ. കണ്ടോ, സൂപ്പർ അല്ലേ. ഇതിപ്പോ ഇപ്പൊ ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നവരുടെ തോട്ടാണ്. അപ്പുറത്തെ സൈഡിൽ എടുത്താൽ വേറെ ആൾക്കാരുടെ, അപ്പൊ അതിന് ക്യാഷ് കൂടും എന്ന് പറഞ്ഞു. അപ്പുറത്തെ സൈഡ് വാടർമല്ലി. കണ്ടോ, അടിപൊളി പൂ. നന്നായില്ലേ? വഴിയുണ്ട്, ഇങ്ങനെ ഇടയിൽ വഴിയുണ്ട്. 10 രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അടിപൊളി പൂവാണ്. കണ്ടോ, നല്ല പൂ പറിക്കാൻ പറ്റുമോ? അമ്മ ഇരന്ന് ഒരു പൂ വാങ്ങിച്ചു. അവരുടെ അടുത്ത് കുറച്ച് വിത്തും വാങ്ങിച്ചു. വീട്ടിൽ പോയിട്ടൊന്ന് നോക്കട്ടെ, പിടിക്കുമോ നോക്കണം. ഇപ്പുറത്തെ സൈഡില് ഞങ്ങൾ ആ സൈഡായിരുന്നു പോയി. ഇപ്പുറത്തെ സൈഡില് മഞ്ഞ തെച്ചി, അല്ല അയ്യോ തെച്ചിന്നാ ഇപ്പൊ എന്തായിരുന്നു, മഞ്ഞച്ചെട്ടിപ്പൂവുണ്ട്. ഞങ്ങളെ നാട്ടിൽ ഇതിന് ചെട്ടിപ്പൂന്നാ പറയാ. ശരിക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ പറയാ. ഇതാക്കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പോണ വഴിക്ക് ഇതുപോലെ എന്തെങ്കിലും കാട്ടിൽ കൂടെ പോകുമ്പോ നമ്മൾ ഇനിയിപ്പോൾ കാട് ക്രോസ് ചെയ്യണല്ലോ, അല്ല ആനയോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാം. ഇല്ലെങ്കിൽ ലഞ്ച് ടൈം കാണാം. കൊമ്പനാണ്.
ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ വയനാട്ടിലുള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇന്ന് ഇവിടെ എന്താണ് അധികം ഞാൻ താലിയാണ് ഓർഡർ ചെയ്യല്. അത് ഓർഡർ ചെയ്ത് വന്നിട്ട് കാണിക്കാം. അപ്പം 3 സീ ഫുഡ് താലിയും പിന്നെ ഒരു ചിക്കൻ സ്റ്റേക്കും പിന്നെ എന്താ ജ്യൂസ് എന്താ ഓർഡർ ചെയ്തത്? സമ്മൺ സൺറൈസ് എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൊഹിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യാണ് ആ സമ്മർ സൺറൈസ്. എന്താ സൺറൈസ്. ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പേരൊക്കെ. പിന്നെ മൊഹിറ്റോ ആണെന്ന് പറഞ്ഞു, ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞു. അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല കിട്ടി, പക്ഷെ വിഭവമൊന്നും വന്നില്ല. മീറ്റിംഗ് ആണ്. രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് ഓറഞ്ചാ. ഇത് പൈനാപ്പിൾ. സൂപ്പർ ടേസ്റ്റ്. ഇതിപ്പോൾ ചിക്കൻ സ്റ്റേക്കാണ് വിത്ത് മഷ്റൂം സോസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വെജീസ് ഉണ്ട്. വെജീസിൽ സ്മോൾ പൊട്ടാറ്റോസും പിന്നെ കോൺ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ടോസ്റ്റഡ് ടൊമാറ്റോ ഉണ്ട്, പിന്നെ എക്സ്ട്രാ മഷ്റൂം സോസ്. കൊള്ളാവോ? നമ്മുടെ ഫുഡ് വന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ക്രാബാണ്. ക്രാബിൻ്റെ കറി. ഇതെന്താ പറഞ്ഞേ? സ്കിഡ്. ക്രാബിൻ്റെ കറിയാണിത്. പിന്നെ സ്കിഡ്, പിന്നെ ചെമ്മീൻ്റെ അവിയൽ, മീൻ പീര, ഉപ്പേരി, പിന്നെ ചെമ്മീൻ ചമ്മന്തി, രസം, ഫിഷ് രസം തന്നെയാണിത്. പിന്നെ ഒരു മസാലക്കറി, തേങ്ങ അരച്ച കറി, മുളകിട്ട മീൻ കറി, ഫ്രൈ ആയിട്ടാണ് കേട്ടോ. പപ്പടം, ഒരു ചെമ്മീൻ പിക്കിളുണ്ട്, മത്തി ഫ്രൈയും പിന്നെ മാന്ത ഫ്രൈയും ഉണ്ട്. പിന്നെ ഒരു പൈനാപ്പിൾ പീസ്, പായസം, ചോറും. ഈ കഴിക്കട്ടെ കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയും കൂട്ടിയിട്ടൊരു ചോറ്. അടിപൊളി ടേസ്റ്റ്. നമുക്ക് മീൻ പീര എടുക്കാം. പീര, പിന്നെ കുറച്ച് ഉപ്പേരി, അവിയലാണ്. അവിയൽ നല്ല ഹെവി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. ഇനി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നായിട്ടുണ്ട്. ഈ 2290 രൂപ ആയിട്ടുള്ളൂ 4 പേർക്ക്. കുഴപ്പമില്ല. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സീ ഫുഡ് സൂപ്പറായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീട്ടിലേക്ക് പോവാണ്. ചൂടുണ്ടോ? സോ ഡിന്നർ പൊറോട്ടയും മീൻ കറി. എന്ത് മീൻ കറി എന്നത്? ഫിഷ് തവ ഫ്രൈ. മീനെന്ന് അറിയില്ല. ഫിഷ് തവ ഫ്രൈ. ഡിന്നറും നമ്മൾ സൂപ്പറായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ.